ഓർക്കിഡ് പ്ലാന്റ്സിൽ വെള്ളം ഒഴിക്കാനും വളമൊഴിക്കാനും മടിയുള്ളവർക്കായിട്ടും അതുപോലെ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ പ്ലാന്റ് നല്ല ലക്ഷായിട്ട് വളർത്തിയെടുക്കാനുള്ള നല്ല അടിപൊളി 2 ടിപ്പാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. നന്നായിട്ട് പ്ലാന്റ് എപ്പോഴും നനവ് നിലനിർത്തുകയും ചെയ്യും, എന്നാൽ നമ്മളുടെ വളം കൊടുക്കുന്ന ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഫുള്ളായിട്ട് പ്ലാന്റ്സിന് കിട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. അതിനായിട്ട് വെറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു സ്പോഞ്ച് പീസും മാത്രം മതി. ഈ ഭയങ്കര ചൂടിൽ നമുക്ക് ഓർക്കിഡ്സിന് അല്ലെങ്കിൽ മറ്റു പ്ലാന്റ്സിന് വെജിറ്റബിൾസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു തണുപ്പ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 2 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ലഷായിട്ട് വളരുകയും ചെയ്യും. ഫ്ലവർ ഈ ഒരു ടൈമിൽ കൂടുതൽ ഫ്ലവർ ചെയ്യുന്ന ടൈമാണ്. ആ ഒരു സമയത്ത് നല്ലൊരു തണുപ്പ് പ്ലാന്റ്സിന് കൊടുക്കാമെങ്കിൽ അടിപൊളിയായിട്ട് പ്ലാന്റ് പൂക്കുകയും നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലത്തെ നമ്മുടെ ഓർക്കിഡ്സ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2 മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SULUZorchids.com എന്നാണ് കേട്ടോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലാണ് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉള്ള മെത്തേഡ് വാട്സപ്പ് ത്രൂവും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതുവഴിയും നമുക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നേരിട്ട് ഫാമിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ നേരിട്ട് വന്നിട്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഡയറക്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 മെത്തേഡിൽ നമുക്കിപ്പോൾ പ്ലാന്റ്സ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ പ്ലാന്റ്സിന് നല്ല ഫ്രഷ് ലുക്കിലിരിക്കാൻ വേണ്ടിയുള്ള ഈ ടിപ്പ് എന്താണെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. അത് നേരത്തെ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഓർക്കിഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ പോട്ട് മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി, ഒരുപാട് പേര് അത് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ വലിയ പോട്ടിലൊക്കെ പോട്ട് ചെയ്തിട്ടുള്ളതും ഹാങ്ങിങ് പോട്ടിലൊക്കെ പോട്ട് ചെയ്തിട്ടുള്ള ഓർക്കിഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഏതിനായാലും യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സിൽ ഞാൻ അന്ന് കാണിച്ച പോട്ട് മെത്തേഡ് ഇപ്പോൾ ഇതിൽ ഇങ്ങനെയൊന്നുമുള്ള പോട്ടിൽ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റിൽ എപ്പോഴും തണുപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് വേണ്ടത്. പിന്നെ അതുപോലെ ഒന്നെങ്കിൽ നമ്മളുടെ ഇതിൽ ബനിയൻ്റെ മെറ്റീരിയൽ, കോട്ടൻ്റെ മെറ്റീരിയൽ തുണി എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചണത്തിൻ്റെ ത്രെഡ് അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നന കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്, ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് മറ്റൊരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ഈസിയാണ്. ഇത് കുറച്ചും കൂടെ പൈസയൊന്നും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്പ് വരുമല്ല, ഈ ക്യാപ്പിനകത്ത് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹോൾ ഇടുമ്പോൾ ഒരുപാടങ്ങ് വലിപ്പമുള്ള ഹോളാവരുത്. നമ്മൾ ഈ ത്രെഡ് കയറ്റുമല്ലോ, അപ്പം അതിൻ്റെ ഒരു സൈസിലൊന്ന് ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിൽ വേണം ഒരു ഹോൾ ഇടാനായിട്ട്. അപ്പോൾ ചെറിയൊരു ഹോളിൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് ടൈറ്റായിട്ടൊന്ന് കയറ്റി കൊടുക്കാം. അപ്പം ഇതൊരു ചണത്തിൻ്റെ ത്രെഡാണ്, റെഡാണെങ്കിലും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കയറ്റിയിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കെട്ടിക്കൊടുക്കാം. അങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് നോർമലി നമ്മുടെ ബോട്ടിൽ അടയ്ക്കുന്നതിനെ അടച്ചു വയ്ക്കുന്നു. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഏറ്റവും അടിഭാഗം, നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെവിട് ഭാഗം നമുക്കൊരു പകുതി അടിയെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നിർത്താം. ഇതിലേക്കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനും അതുപോലെ നന്നായിട്ട് ഈ വെള്ളം താഴോട്ട് വരാനുമായിട്ട് ഇതുപോലെ മുകളിലൊരു ഓപ്പണിങ് വേണം. എന്നിട്ട് ഇതിന് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇറ്റി വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പ്ലാന്റ്
പ്ലാന്റിൽ നമ്മൾ ഈ പോട്ട് വെച്ച് കൊടുക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ശരിക്കും പറഞ്ഞാൽ 2 ദിവസം വരെ മാക്സിമം നമുക്ക് ഇരിക്കും. പിന്നെ വെള്ളം ഒഴിക്കുന്ന ദിവസങ്ങളിലെല്ലാം നന്നായിട്ട് നമ്മൾ നിറച്ച് കൊടുത്താൽ മതി. ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഇതിരിക്കുകയും ചെയ്യും. അപ്പോൾ വലിയ പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഇടാം. ഇനി ഹാങ് ചെയ്ത് നിർത്തണമെങ്കിൽ നമ്മളുടെ മേളൊരു എന്തെങ്കിലും ഒരു ഹോൾ ഇട്ടിട്ട് ഹാങ് ചെയ്ത് വേണമെങ്കിൽ ഈ ബോട്ടിൽ നിർത്താം. ഇനി അത് അങ്ങനെ വെക്കാൻ പറ്റാത്ത പോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കമ്പിയോ എന്തെങ്കിലും ഒരു കമ്പോ മറ്റോ ചട്ടിയിലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ഒരു ടൈ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഈ ബോട്ടിലൊന്ന് കെട്ടി കൊടുത്തിട്ട് വെള്ളം നിറച്ച് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ പോട്ട് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഇച്ചിരി ഈ ഒരു പൊക്കി വയ്ക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് ഫെർട്ടിലൈസർ ഈ ഒരു ബോട്ടിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇതിനകത്ത് നിർത്തിയിട്ട് പതുക്കെ പ്ലാന്റിൻ്റെ പോട്ടിലെല്ലാം ആയിട്ട് നന്നായിട്ട് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു 1/2 കപ്പ് ഫെർട്ടിലൈസർ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഡ്രെയിനായി പോകത്തേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് പ്ലാന്റ്സിന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ഇതിന് യൂസ്ഫുൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ത്രെഡ് ഈ പോട്ടിന് ചുറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ പോട്ട് ഫുള്ള് ഇങ്ങനെ വെറ്റായിട്ട് എപ്പോഴും ഇരിക്കും. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഫ്ലോറൽ ഫോമാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മുടെ പ്ലാന്റ്സിനൊക്കെ തണുപ്പ് കൊടുക്കുന്ന ഒരു സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയലാണിത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഈ ബൊക്കയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇതിലാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ കുത്തി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണിത്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സിൽ നന്നായിട്ട് തണുപ്പ് കൊടുക്കും. ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഇപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സ്ക്വയർ ഒരു ക്യൂബാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു പീസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് കൂടും. ഇതിപ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ല. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കിഡ്സൊക്കെ പോട്ട് ചെയ്യുമ്പോൾ ഇതും കൂടി ഇട്ടിട്ട് പോട്ട് ചെയ്താൽ ഭയങ്കര അടിപൊളിയായിട്ട് പ്ലാന്റ് വളരും. ഇപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒന്നും ഇതിട്ട് പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പം സാധ്യമായിരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ നമുക്ക് പ്ലാന്റ്സിൻ്റെ പുറത്ത് ഈ പോട്ടിൽ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതിങ്ങനെ പ്ലാന്റിൽ വെക്കാം. ഇങ്ങനെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഒരു സ്പോഞ്ച് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. പ്ലാന്റ്സിൽ ആ ഒരു തണുപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് ഈ റൂട്ടുകൾ വന്നിട്ട് ഇതിൽ നിന്ന് ആ ഒരു വെള്ളം വലിച്ചെടുത്തോളും. അപ്പോൾ റൂട്ടിൻ്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത് വാൻഡയ്ക്കും മൊക്കാറയ്ക്കുമാണ് ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് യൂസ്ഫുള്ളാണ്. കാരണം ഈ വാൻഡയും മൊക്കാറയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ വെള്ളത്തിലൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ ആ ഒരു ഡ്രൈനെസ് മാറും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു സ്പോഞ്ച്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വാൻഡയിൽ വെച്ചിട്ടുണ്ട്, ഇതാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് പ്ലാന്റ് ഇരിക്കും കേട്ടോ. ഈ ഒരു സ്ക്വയർ പീസിനകത്ത് ഒരു 3 മഗ് വെള്ളമെങ്കിലും കൊള്ളും. അതായത് ഏകദേശം 3 ലിറ്ററിന് മേളിൽ വെള്ളം കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒലിച്ച് പോവാതെ ഫുള്ള് അതിനകത്ത് സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാം ആ ഒരു വെള്ളം ഇങ്ങനെ അതിൽ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലാന്റിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര തണുപ്പ് കിട്ടുന്ന ഒരു സ്പോഞ്ചാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഏത് പോട്ടി മിക്സിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൽ വെജിറ്റബിൾസിലൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു പീസാണ് കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പോട്ടി മിക്സിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ചൂടായതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവേ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ടിപ്പാണ്. പക്ഷേ ഭയങ്കരമായിട്ട് പ്ലാന്റ്സിലെ ഗ്രോത്തിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.